ഗായ്സ്, അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ അമ്മേനായിട്ട് ചലഞ്ച് ചെയ്തിട്ടാണ് ഈ ക്യൂട്ട് ലിറ്റിൽ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് ഞാൻ ഈ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മേനോട് ചോദിച്ചു ഇതെന്തിനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ക്യൂട്ട് പൗച്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എൻ്റെ അമ്മേനോട് ചോദിക്കുകയാണ് എന്തിനാ, എന്നത്തെ പോലെ 10 ലൈക്സ് മേടിക്കാനല്ലേന്ന്. ആ അപ്പം എന്നെ അത് വല്ലാണ്ട് ട്രിഗർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് 10 ലൈക്സ്, ഇന്ന് എനിക്ക് എന്തായാലും 10K ലൈക്സ് കിട്ടും എൻ്റെ ക്യൂട്ട് ലിറ്റിൽ പൗച്ചിനെന്ന്. അപ്പോൾ അമ്മയച്ഛനും എല്ലാവരും കൂടെ എന്നെ കുറച്ച് നേരം പുച്ഛിച്ച് ചിരിച്ചു ആസ് യൂഷ്വൽ. അത് വിട്. അപ്പോൾ നമ്മൾ ആദ്യം അതിനു വേണ്ടി വെള്ളത്തിലോട്ട് കുറച്ച് നെയിൽ പോളിഷ് ഇങ്ങനെ ഇടണം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആ പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്യണം. അങ്ങനെ നന്നായി ഡിപ്പ് ചെയ്താൽ നെയിൽ പോളിഷ് പിടിക്കും. അപ്പോൾ പക്ഷേ ഞാൻ ഡിപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു അപാകത ഫീൽ ചെയ്തു. അതായത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ വീണ്ടും മറ്റേതും എടുത്ത് മുക്കി. അങ്ങനെ മുക്കി ഒരുവിധം എനിക്ക് മനസ്സിലായി ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ടെന്ന്. പക്ഷേ കുഴപ്പമില്ല, ഞാനതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി സെറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച്, കാരണം അതൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പെയിൻറ്റിലൊക്കെ മുക്കി അടിപൊളിയാക്കി കൊണ്ടുവന്നു. കാരണം എനിക്ക് 10K ലൈക്സ് വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് ഒരു വിധം സെറ്റാക്കി കൊണ്ടുവന്നു. കണ്ടോ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, കളർഫുള്ളായിട്ടില്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് അത് രണ്ടും കൂടെ സിബും കൂടെ വെച്ചിട്ട് ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധാ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നോട്ട് പോയിന്റ്, ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തത്. നമ്മുടെ യൂട്യൂബ് ചേച്ചി ഉപയോഗിച്ചത് നോർമൽ ഗ്ലൂ ആണ്. അത് പോട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഫെവി ബോണ്ടൊക്കെ തേച്ച് നന്നായി നമ്മുടെ സിബൊക്കെ എടുത്ത് ഒട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ എത്ര അങ്ങോട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ടും എന്തോ ഒരു അപകടം, അതായത് ഒട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല, നമുക്ക് നല്ലപോലെ ഒട്ടിക്കാം. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്ന് ഇത് തുറന്നപ്പോഴാണ് ഗൈസ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. പരിപാടി ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അതായത് സാധാ ഗ്ലൂ ആയിരുന്നു വേണ്ടിയിരുന്നത്. അതിപ്പോൾ പോട്ടെ, ഇതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. എൻ്റെ കയ്യിൽ യൂട്യൂബ് ചേച്ചിയുടെ ഗ്ലൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പേജിൽ ഒരു 10K ലൈക്കുള്ള ഷോർട്സ് കിടന്നേനെ. പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ കാണാതെ ഇത് അങ്ങോട്ട് കളയുക, എന്നിട്ട് എൻ്റെ റൂമിൽ പോയി ഒന്നും അറിയാത്ത പോലെ ചത്ത പോലെ കിടക്കാം.